രാവിലെ സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അതായത് ശബരിമല യുവതീ പ്രവേശനത്തിന് അതിന് എതിർക്കുന്നവരോട് ചേർന്ന് ബാധിക്കാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഒരു നീക്കം പൊളിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. എന്താണ് ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു അല്ല, ഇത് സാധ്യത? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ ആരോടൊപ്പം ആയിരുന്നു? ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ശബരിമലയിൽ യുവതീ പ്രവേശനം നടക്കുന്നത്. ആദ്യമായിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് പോലീസിൻ്റെ സംവിധാനത്തിൽ പോലീസ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നൊരു സാഹചര്യം, വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായൊരു സാഹചര്യമായിരുന്നു. അന്ന് സർക്കാർ ആരോടൊപ്പമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളോടൊപ്പമായിരുന്നു. അതായത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണം എന്ന് പറയുന്ന ആ ആളുകളോടൊപ്പമായിരുന്നു. കോടതി വിധിയാണ് ഈ സർക്കാർ നേരിട്ട് നടപ്പിലാക്കിയത് അല്ലേ? ശരി, കോടതി വിധിയാണ് സർക്കാർ നേരിട്ട് നടപ്പാക്കിയത്. പക്ഷേ സർക്കാരിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാമായിരുന്നു. അപ്പോൾ ഇത്രയും വർഷം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സർക്കാരുകൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു. സർക്കാരിൻ്റെ താല്പര്യമാണ് യഥാർത്ഥ താല്പര്യം. ഇപ്പോൾ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഇത്രയെല്ലാം വിഷയം ഉണ്ടാക്കിയത് സർക്കാരിന് വേണമെങ്കിൽ തടയാമായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിന് പ്രതികൂലമായിട്ട്, അതായത് ഇതിനെ എതിർക്കുന്ന ആളുകളോടൊപ്പം നിൽക്കാൻ സമ്മതിച്ചത്? ആഗോള അയ്യപ്പ സംഗമം നമ്മൾ കണ്ടതാണ്. ആ ഒരു യുവതീ പ്രവേശനത്തിന് ഒരു പരിഹാരം എന്നോണമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അങ്ങനെയാണ് സമസ്ത അപരാധവും പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് പിണറായി വിജയനും കൂട്ടരും ശബരിമലയിൽ വലിയ പന്തലൊക്കെ കെട്ടി ആഗോള അയ്യപ്പ സംഗമം, ലോകത്തുള്ള എല്ലാ അയ്യപ്പന്മാരെയും ശബരിമലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ശബരിമലയുടെ മഹത്വം കൂട്ടാൻ വേണ്ടിയിട്ടും നടത്തിയ സംഗമം. ആ സംഗമത്തിന് ശേഷം യു പിന്ന് യോഗി ആദിത്യനാഥ് വരെ എത്തി. ഇല്ല, അദ്ദേഹത്തിൻ്റെ കത്തായിരുന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ മുഴുവൻ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. അതിനുശേഷം അയ്യപ്പൻ നിന്റെ പാപങ്ങളെല്ലാം മാറിപ്പോകട്ടെ എന്ന് അനുഗ്രഹിച്ച് വിട്ടതുകൊണ്ടായിരിക്കാം തുടരെ ഓരോ വിഷയങ്ങളായിരുന്നു. വിഷയങ്ങൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നിരവധിയാണ്. സ്വർണ്ണപ്പാളി കട്ടത് തൊട്ട് ഇങ്ങോട്ടുള്ള വലിയ വിഷയങ്ങൾ, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങൾ വരെ വന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് ഒരു പാട്ടിറങ്ങി, പോറ്റിയെ കേറ്റിയെ. ആ പാട്ട് ഒരു തരംഗമായി എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെരഞ്ഞെടുപ്പിലും അത് വളരെ രീതിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിരുന്നൊരു പാട്ടാണ്. കേരളത്തിൻ്റെ ഒരു മുഖമുദ്രയായ പാട്ടായിട്ട് ആ പാട്ട് മാറുന്നു. അത് വലിയ രീതിയിൽ CPM അടിയാകുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങൾ. അയ്യപ്പൻ അവരെ അനുഗ്രഹിച്ച് വിട്ടതുകൊണ്ടായിരിക്കാം. ഈ നമുക്കറിയാലോ, ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളെല്ലാം, നമ്മുടെ മോശം അവസ്ഥയെ മാറ്റി നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ശബരിമലയിൽ ഒഴുക്കിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഒഴുക്കുമ്പോൾ അതിൻ്റെ തിരിച്ചടികൾ ഉണ്ടാവുമല്ലോ. ഇത്രയും നാളും ചെയ്ത കർമ്മഭാവങ്ങളുടെ ഒരു ഫലം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണല്ലോ അനുഭവിക്കുന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ CPM അടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ വിഷയത്തിൽ CPM സംബന്ധിച്ച് വാസുവിനെ ആണെങ്കിലും പത്മകുമാറിനെ ആണെങ്കിലും പാർട്ടിയിൽ നിന്നും പുറത്താക്കാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്തിനാണ് ഇവരെ CPM പാർട്ടിയിൽ ഇപ്പോഴും നിലനിർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM ഉത്തരം പറയാൻ കഴിയാത്തൊരു സാഹചര്യം. ഇപ്പോഴും ഇവർ ആ പാർട്ടിയിലുണ്ട്. പത്മകുമാറിനെയും വാസുവിനെയും ഒന്നും പുറത്താക്കാൻ CPM ഇതുവരെ തുനിഞ്ഞിറങ്ങിയിട്ടില്ല. ഒഫീഷ്യലായിട്ട് പുറത്താക്കാൻ ഒരു ഇതുപോലും അതെ, അയച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ ഇതിനകത്ത് പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ദേവസ്വം ബോർഡ് അതായത് കേരളത്തിലെ ദേവതകളെ മുഴുവൻ ഒന്ന് ക്രോഡീകരിച്ച് പോകാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്നും ഒരാളാണ് ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം പോലും ഈ കള്ളക്കടത്തിൻ്റെ ഭാഗപാത്രമായിട്ട് വരുന്നു എന്നുള്ള സൂചനകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ വലിയ പ്രതിസന്ധിയിലായി. അപ്പോൾ പിന്നീട് സർക്കാരിന് മനസ്സിലായി, അതായത് ആ യുവതീ പ്രവേശനത്തിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള വലിയ ഭക്തജന കൂട്ടങ്ങളാണെങ്കിലും വലിയ പ്രതിഷേധങ്ങളാണെങ്കിലും നമ്മൾ കണ്ടതാണ്. വിളക്ക് കത്തിച്ച് വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തുന്നത്, നാമജപ ഘോഷയാത്രകളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. എല്ലാ മതസംഘടനകളും അതിനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനെല്ലാം ശേഷം അതിനെല്ലാം പ്രതിവിധി ചെയ്യണമല്ലോ. പ്രതിവിധി ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം ചെയ്തത്. ഇപ്പോൾ യുവതീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകുന്നത്. പക്ഷേ സുപ്രീം കോടതി അതിന് വേണ്ട, നിങ്ങളുടെ നേരത്തെ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്, അതിനോടൊപ്പം പൊക്കോ എന്ന് പറയുന്ന രീതിയിലേക്ക് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് സർക്കാരിന് ഇപ്പോൾ ഉള്ളത്. ഇതിൽ സർക്കാർ നൽകിയിരിക്കുന്ന ഒരു കത്തുണ്ട് സുപ്രീം കോടതിക്ക്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മതമേലധ്യക്ഷരുടെ ആ ഒരു അഭിപ്രായത്തിലൂടെ തന്നെയാണ് തങ്ങൾ കൂടെ പോകുന്നത്.
അവരെ ഈ കേസിൽ അവരുടെ നിർദ്ദേശം കൂടി അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു സമയത്ത് ഈ കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് സ്ത്രീകളെ കയറ്റിയ സർക്കാർ പെട്ടെന്ന് മലക്കം മറിഞ്ഞ് മതമേലധ്യക്ഷരുടെ അഭിപ്രായം കൂടി എന്ന് കേൾക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളുകളി എന്തായിരിക്കും? സർക്കാർ തിരുത്താൻ തയ്യാറായി. അതായത് അല്ലെങ്കിൽ കാലം തിരുത്തിച്ചു എന്ന് വേണം പറയാൻ, അല്ലെ? അതെ, ഭക്തരെ സർക്കാരിന് പേടിയാണ്. ആ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ബാങ്കുകളാണല്ലോ എല്ലാം. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടന്നതിന് ശേഷം CPM-നുണ്ടായിട്ടുള്ള തകർച്ചയാണെങ്കിലും CPM-നുണ്ടായിട്ടുള്ള അടികളാണെങ്കിലും CPM ഇപ്പോഴും ഓർത്തു വെക്കുന്നുണ്ട്. അയ്യപ്പനെ തൊട്ടവർക്കെല്ലാം പണി കിട്ടിയെന്ന് CPM-നുള്ളിലെ പല നേതാക്കന്മാരും പറയുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഭക്തി എന്ന് പറയുമ്പോൾ CPM-ലുള്ള ആളുകൾക്കും അയ്യപ്പനെ ഇഷ്ടമുള്ള ആളുകളുണ്ട്. അയ്യപ്പനെ ദൈവമായിട്ട് കണ്ട് ശബരിമലയിൽ പോയി തൊഴുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തിൽ എങ്ങനെയെങ്കിലും ഈ ഭക്തജനങ്ങളെ, ഭൂരിപക്ഷ വിഭാഗത്തെ കൂടെ നിർത്തണമെന്ന് പറയുന്ന CPM-ൻ്റെ ടാറ്റിക്സ്, ഇവരുടെ ഇടയിലുണ്ടായിരുന്ന പല വോട്ടുകളും, അതായത് പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന പല വോട്ട് ബാങ്കുകളും CPM-ന് നഷ്ടമാവാൻ കാരണം CPM-ൻ്റെ ഈ നിലപാടുകളായിരുന്നു. അയ്യപ്പനെ തൊട്ടപ്പോൾ ചില ആളുകൾക്ക്, അത് ഹിന്ദുക്കളിൽ മാത്രമല്ല മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അത് കൃത്യമായിട്ട് അതൊരു പ്രശ്നമായിട്ട് വന്നു. അവർ വോട്ടുകൾ മാറ്റി ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലും സർക്കാർ നേരിടാൻ പോകുന്നൊരു വിഷയമായിട്ട് കണക്കാക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു റിവേഴ്സ് സ്വീപ്പായിരിക്കുമെന്ന് പലരും അനാലിസ് ചെയ്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അയ്യപ്പൻ ഒരു ഫാക്ടറാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും കൂടുതലും ശ്രദ്ധേയമായ പാട്ടുകൾ അയ്യപ്പനെ വെച്ചുകൊണ്ടാണല്ലോ. CPM അവസാനം ഈ തെരഞ്ഞെടുപ്പ് മുമ്പിട്ട് ഒരു പാട്ട് ഇറക്കേണ്ടി വന്നു. അതായത് സ്വർണം കട്ടത് കോൺഗ്രസ് ആണ്, BJP-ക്കാരാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് LDF-ന് ഒരു പാട്ട് ഇറക്കിയിട്ട് വന്നു. മറ്റേ മുത്തപ്പന്റെ പാട്ട് വെച്ചിട്ട്. അപ്പോൾ കോൺഗ്രസ് പോറ്റിയെ കയറ്റിയാണെങ്കിൽ മറ്റേ മുത്തപ്പന്റെ ഒരു പാട്ട് വെച്ചിട്ട് കത്തില്ല. അത് തെരഞ്ഞെടുപ്പിന് ഒരു തലേ ദിവസമാണ് ഇറക്കിയത്. അതുകൊണ്ട് വലിയ രീതിയിൽ ശ്രദ്ധേയമാകാൻ കഴിഞ്ഞില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ശ്രദ്ധേയമായി. നല്ല പാട്ടൊക്കെ ആയിരുന്നു, നല്ല രസമുള്ള പാട്ടൊക്കെ ആയിരുന്നു. മറ്റേതിന് അത്ര ഒരു വൈബ് വന്നില്ല. കാരണം മറ്റേത് എല്ലാവരും ഏറ്റെടുത്ത് പോയൊരു പാട്ടായി. പെട്ടെന്ന് ചെറിയ സമയം അതല്ല രസം. അതല്ല, നമ്മുടെ ഈ ശബരിമലയിലേക്ക് പോയ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ അവർ സഞ്ചരിച്ച വാഹനത്തിൽ ഈ പാട്ടിട്ടു എന്നുള്ള മറ്റൊരു സത്യം. അല്ല, എല്ലാവരും ഇട്ടിരുന്നു. CPM തന്നെ ഇട്ടിട്ടില്ലേ? CPM-മാർ ഈ പാട്ടിട്ട് തുള്ളിയ പലരെ എനിക്കറിയാം. അപ്പോൾ അവരത് ആസ്വദിക്കുന്നുണ്ട്. അപ്പം പാട്ടുകൾക്ക് ജാതി മതമില്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാട്ടുകൾക്കുള്ളിലെ ജാതി മത സ്പർദ്ധയാണ്. നന്ദഗോവിന്ദം ഭജൻസ് പാട്ട് പാടിയതിൻ്റെ പേരിൽ എന്തെല്ലാം വിഷയങ്ങളാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭക്തരെ തൊട്ട് കഴിഞ്ഞാൽ വലിയ വിഷയമാകുന്നൊരു കാലഘട്ടമാണ്. കേരളത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്, കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അയ്യപ്പനെ തൊട്ട സമയത്ത് വലിയ രീതിയിൽ ഭക്തജന തിരക്കും ഭക്തജന പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പം അതുകൊണ്ട് എന്താണ്, അമ്പലത്തിലല്ല, അമ്പല കമ്മിറ്റിക്കാർ തന്നെ പറഞ്ഞു, അമ്പല കോമ്പൗണ്ടിലല്ല, പുറത്താണ്. അതിനെല്ലാ സഹായവും ചെയ്തു കൊടുത്ത ക്ഷേത്ര കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും കൂടി ചേർന്നിട്ടാണ്. അവിടെയാണ് പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി കൊടുത്തത്. അപ്പൊ ആ പാട്ടിനെ വരെ പാട്ടിൽ വരെ ജാതിയും മതവും കുത്തിക്കയറ്റുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം പിന്നിൽ ഈ ശബരിമല വിഷയം വലിയൊരു കാരണമായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് ഇവർക്ക് വലിയൊരു സ്പേസ് വന്നു വീണു, ഒരു സുവർണാവസരം എന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പോലെ വലിയൊരു അവസരം അവർക്ക് വീണ് കിട്ടി. പിന്നീട് അവർ അത് മുതലാക്കി ഇപ്പോൾ അമ്പലത്തിലൊരു പാട്ട് പാടാൻ തന്നെ ജാതി മത സർട്ടിഫിക്കറ്റ് വേണ്ടുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഇനി ക്ഷേത്രങ്ങളിൽ ഇട്ടിരിക്കുന്ന പാട്ടുകളുണ്ടല്ലോ, ഇനി ആരെങ്കിലും ചെന്നൊരു പാട്ട് പാടണമെങ്കിൽ, ആരെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യണമെങ്കിൽ അത് ഹിന്ദുവിൻ്റെ ആണോ ക്രിസ്ത്യാനിയുടെ ആണോ എന്ന് നോക്കി പറയേണ്ടി വരും. ലെവല് തിരിച്ച് ഇടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും സർക്കാരിന് ഇതൊരു തിരിച്ചടിയാണ്. സർക്കാരിൻ്റെ നിലപാടുകളിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. മാറ്റങ്ങൾ നല്ലതാണ്. രാവിലെ എന്തോ തോന്നുന്നു, ഇപ്പൊ ഈ സുപ്രീം കോടതി അവസാനം വിധി വരുമ്പോൾ, ശബരിമല യുവതീ പ്രവേശന കേസിൽ വിധി വരുമ്പോൾ സർക്കാരിന് എന്ത് മാറ്റം സംഭവിക്കും? വിധി വരുമ്പോൾ എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ നിലപാട് ഭക്തരോടൊപ്പം തന്നെ ആയിരിക്കും. കാരണം അല്ല, ഒരു വിഭാഗം CPM പ്രവർത്തകർ പറയുന്നത് ആദ്യം ഈ
യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന ആ ഒരു നിലപാടിനോട് ചേർന്ന് ഈ നിന്നില്ലേ? ചൂടുവെള്ളം അതാണ് ശരിയെന്നാണ് ചൂടുവെള്ളത്തിൽ ഒരു വിഭാഗം പറയുന്നത്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെയും ചെന്ന് വീഴത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് CPM-ന് പണി കിട്ടിയെന്ന് CPM-ന് കൃത്യമായിട്ട് അറിയാം. അത് കൃത്യമായിട്ട് അവർ അത് കൈകാര്യം ചെയ്ത് അത് തിരിച്ചു വരും. CPM-നെ നമുക്കറിയാത്തത് കൊണ്ടാണ്. അവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് അത് തിരിച്ചു വരുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇനി നാളെ ഭക്തരുടെ അപ്പോസ്തലനാവാൻ വരെ CPM-ന് കഴിയും.